മഹാരാജനെഴുന്നള്ളി ബേത്ലഹേം പുൽക്കൂട്ടിലെ രാവിൽ മാലാഖമാർ വരവേൽക്കയാൽ ഹല്ലേലൂയ പാടി. ഈ സുന്ദര രാത്രി നിർമ്മല രാത്രി പൂന്തന്നൽ വീശി വരും ശീതളരാത്രി ജീവവെളിച്ചം പാരിലുദിച്ച രാത്രി ദിവ്യരാത്രി. യേശു മഹാരാജനെഴുന്നള്ളി ബേത്ലഹേം പുൽക്കൂട്ടിലെ രാവിൽ മാലാഖമാർ വരവേൽക്കയാൽ ഹല്ലേലൂയ പാടി. വേണ്ടി വന്നിരിക്കുന്ന പ്രശസ്തരായിട്ടുള്ള തൊടുപുഴയിലെ പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ രാഷ്ട്രീയ പ്രവർത്തകനുമായ സാൻഡി മാത്യുവിനെ ഈ വേദിയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുകയാണ്. ഈ മലബാറിൻ്റെ ഇതായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ ഇത് സജി നമ്മളുടെ എൻ്റെ അനുജനാണ്, അതുപോലെ തന്നെ താങ്കളുടെ സുഹൃത്തുമാണ്. അപ്പോൾ ഇതുപോലെ ഒരു സംരംഭം ഇവിടെ നടന്നതിനെക്കുറിച്ച് ഇങ്ങനെ കെട്ടിപ്പടുക്കുവാൻ നമ്മൾ പ്രയത്നിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഈ ദിവസം. അതിനെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ എന്താണ് പറയുന്നത്? അതിനായിട്ട് എൻ്റെ പ്രിയ സുഹൃത്തും എൻ്റെ അതിപ്രിയ സുഹൃത്തിൻ്റെ അനുജനുമായ സജിക്കും കുടുംബത്തിനും ഈ ഭവനത്തിലേക്ക് കയറി പാർക്കുന്ന ഈ സുദിനത്തിൽ 1000 ഭാവുകങ്ങളും നന്മയും ഐശ്വര്യസമൃദ്ധമായ ഒരു ജീവിതവും ഭാവിയും എല്ലാം ഞാൻ നേരുകയാണ്. എനിക്ക് വെറും ഒരു സുഹൃത്ത് മാത്രമല്ല, എനിക്കൊരു അനുജൻ കൂടിയാണ്. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ മിലാനിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഘട്ടങ്ങളിലെല്ലാം 2 തവണ മിലാനിലൂടെ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ഉച്ചഭക്ഷണം ഒരുക്കിയും ഒരു സഹോദരനെ പോലെ സ്വീകരിച്ചു. കുടുംബമായിട്ട് ഞങ്ങൾ യാത്ര ചെയ്തപ്പോഴെല്ലാം ഒരു സഹോദരനെ പോലെ സ്വീകരിച്ചും ആതിഥ്യമരുളിയ സജിയുടെ ഈ ഹൗസ് വാമിംഗ് സെറിമണിക്ക് കാര്യം തൊടുപുഴയെ സംബന്ധിച്ചിടത്തോളം വളരെ ദൂരമാണെങ്കിലും ഇവിടെ എത്തിപ്പെടാതിരിക്കുക എന്നുള്ളത് അത് തന്നെ ഒരു നന്ദികേടാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും അറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ അതിമനോഹരമായ അല്ലെ അതിസുന്ദരമായ ഈ ദിവസത്തിൽ ഇവിടെ വന്നതും ഇതിന് പങ്കെടുക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചതും ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ സജിയുടെ കുടുംബത്തിനും 1000 നന്മകളും ഭാവുകങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും ഇതായി കയറി പാർക്കുന്ന ഈ ഭവനത്തിൽ ഐശ്വര്യ സമൃദ്ധിയും എല്ലാം നിറഞ്ഞു തുളുമ്പട്ടെ. സർവശക്തനായ ദൈവം കവിഞ്ഞൊഴുകുന്ന ഒരു അനുഗ്രഹം ഈ കുടുംബത്തിന് കൊടുക്കട്ടെ എന്ന് അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആണ് ഞാൻ ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ ഇവിടെയാണ്. എൻ്റെ കുടുംബം, എൻ്റെ ഭാര്യയും ാണ് ഞാൻ ഇന്നലെ രാത്രി പുറപ്പെടുന്നതിന് തൊട്ട് മുൻപ് പെട്ടെന്ന് എൻ്റെ ഒരു സുഹൃത്തിനെ ഞാൻ മസ്കറ്റിൽ വിളിച്ച് അറിയിക്കുകയും കണ്ണൂരിൽ വരികയാണ്. അദ്ദേഹം കണ്ണൂരിലുള്ള വേണുഗോപാലാണ്. എൻ്റെ സുഹൃത്തുക്കളിൽ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സുഹൃത്തുക്കളിൽ വളരെ കാലം മുൻപുള്ള ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തെ വിളിച്ചറിയിക്കുകയും 10 മിനിറ്റിനുള്ളിൽ തന്നെ എനിക്ക് കണ്ണൂരിൽ നിന്ന് പയ്യാവൂർക്ക് യാത്ര ചെയ്യാനുള്ള ഒരു കാർ അറേഞ്ച് ചെയ്തു. 9:30 ശേഷം വിളിച്ചറിയിച്ചപ്പോൾ 4:50 രാത്രി 4:50 ആയപ്പോഴത്തേക്കും
ഞാൻ വന്നിറങ്ങിയ സ്ഥലത്തേക്ക് എന്നെ കാർ അയക്കുകയൊക്കെ ചെയ്തു. വേണുഗോപാലിനും ഒക്കെ നന്ദി അറിയിക്കുന്നു. പിന്നെ ഈ കൂട്ടായ്മയ്ക്ക് കാരണബോധനായ എൻ്റെ ആത്മസുഹൃത്ത് ശ്രീ ഡോക്ടർ ജോസ് വട്ടക്കുട്ടയിലാണ്. ഇറ്റലിയിലെ റോമിൽ അദ്ദേഹം പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ പ്രശസ്തമായ നിലയിൽ ഒരു ജോലിയിൽ ഉള്ള ആണ് അദ്ദേഹം. അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിപ്പിക്കുന്നു. ഒരുപിടി കരങ്ങൾക്ക്, ഒരുപിടി ജീവിതങ്ങൾക്ക് ഒരു ശരണമായിട്ടുള്ള, ഒരു ആശ്രയമായിട്ടുള്ള ഡോക്ടർ ജോസ് വട്ടക്കുട്ടയിലാണ് ഈ ആത്മബന്ധങ്ങളുടെ എല്ലാം തുടക്കം. ഫിമിച്ചിനോ എയർപോർട്ടിൽ വെച്ച് ആദ്യമായി ഡോക്ടർ ജോസ് വട്ടക്കുട്ടയെ കണ്ടുമുട്ടിയ അന്നു മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന നിർമ്മലമായ ഒരു ആത്മബന്ധം, ഒരു സ്നേഹം. ഈ സ്നേഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബന്ധങ്ങളെല്ലാം കെട്ടിപ്പടുക്കുകയും സ്വന്തം അനുജൻ്റെ ഭവന പൂർത്തീകരണത്തിൻ്റെ ഈ ദിനത്തിൽ ഈ വന്നു ചേരാനുള്ള സാഹചര്യം ഉണ്ടാകുകയെല്ലാം ചെയ്തു. പൊതുവായിട്ട് പറഞ്ഞാൽ വട്ടക്കുട്ടയിൽ കുടുംബം പയ്യാവൂരിൽ അതിപ്രശസ്തമായ ഒരു കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ ഉപശാഖകളും ശാഖകളുമെല്ലാം ഇവിടെ പരന്ന് പന്തലിച്ച് കിടക്കുന്നു. ഈ കുടുംബ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു നിമിഷത്തെ ഓർത്ത് അങ്ങേയറ്റം ദൈവത്തിന് നന്ദി പറയുന്നതിനോടൊപ്പം വീണ്ടും ഒരിക്കൽ കൂടി സജിക്കും കുടുംബത്തിനും നന്മയും ഭാവുകങ്ങളും നൽകുന്നു. ഞാൻ മൈക്ക് എൻ്റെ ആത്മസുഹൃത്തും ആയിട്ടുള്ള സജീവ പരിചയപ്പെടുത്തുന്നത് തൊടുപുഴയിലെ പ്രശസ്തനായ മീഡിയ പ്രവർത്തകനും ഫിലാന്ത്രോപ്പിസ്റ്റുമായ മിസ്റ്റർ സാൻഡി മാത്യു ആണ്. ആ സാൻഡി മാത്യു സജിയുടെ വീട്ടിൽ വരികയും അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്യും. സജിയുടെ ജീവിതാഭിലാഷമായ ഈ അതിമനോഹരമായ ഈ ഭവന പൂർത്തീകരണത്തിന് ശേഷം ഇവിടെ കയറി താമസിക്കാൻ പോകുന്ന, അല്ലെങ്കിൽ സ്വാമിങ് നടത്തുന്ന സജിക്ക് എന്താണൊരു മെസ്സേജ് സ്നേഹിതരോടും ഈ ലോകത്തോടും എല്ലാം പറയാനുള്ളത്? ആദ്യമായി എൻ്റെ കുടുംബാംഗങ്ങളോട്, എൻ്റെ സഹോദരങ്ങളോട്, എൻ്റെ അമ്മയോട് ആണ് എനിക്ക് നന്ദി പറയാനുള്ളത്. കൂടെ അതിലുപരിയായി ദൈവത്തോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. എൻ്റെ ഒരു ആഗ്രഹം പൂർത്തിയായിരിക്കുന്നു. അതിൽ എന്നോട് സഹകരിച്ചതും എന്നെ ഈ പ്രവർത്തനങ്ങളിൽ എന്നെ സഹായിച്ച എല്ലാവർക്കും ഇതിൽ വന്ന് പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളോടെല്ലാം നന്ദി പറയുന്നു. സുഹൃത്തുക്കളോട് സജ്ജനോടൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. കാരണം എറണാകുളത്ത് ഇവിടം വരെ വരുവാൻ വേണ്ടി സാധിച്ചതിൽ വന്നതിൽ ഒത്തിരി നന്ദി പറയുന്നു. പൊതുവെ ഇറ്റലിയിലെ മിലാനിൽ ആണ് സജി ഉള്ളത്. പൊതുവെ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വിദേശ ഇന്ത്യക്കാർക്ക് എപ്പോഴും നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം സ്വന്തം നാട്ടിൽ ഒരു ഭവനം, പ്രത്യേകിച്ച് യൂറോപ്പിലുള്ള പല മലയാളികളും ഇന്ന് ന്യൂ ജനറേഷൻ നാട്ടിലേക്ക് തിരിച്ചു വരാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത്. ന്യൂ ജനറേഷൻ കുട്ടികളോട്, ഒരു ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികളോട്, അല്ലെങ്കിൽ ഒരു 18 കുട്ടികളോട് പലപ്പോഴും ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈ നാട്ടിലേക്ക് ഇല്ല എന്നുള്ളതാണ്. പക്ഷെ സജിയുടെ അപ്പോൾ ഇവിടെ ഒരു വീട് ഭവനം നിർമ്മിച്ച് കേരളത്തിൽ തന്നെ ഒരു അടിസ്ഥാനം രൂപീകരിക്കാനായിട്ട് സജിക്ക് തോന്നാൻ ഉള്ള, അല്ലെങ്കിൽ സജിക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റിയ പ്രധാന കാരണങ്ങളൊക്കെ എന്തൊക്കെയാണ്? പ്രധാന കാരണം ഞാൻ ജനിച്ചു വളർന്ന നാടിനെ അത് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഞാൻ എത്ര നാൾ ചേക്കേറിയാൽ എപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ പ്രദേശമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം ഞാൻ 35 വയസ്സോടെ ഞാൻ ജീവിച്ചു വളർന്ന നാട് ഇതാണ്. ഈ നാട്ടിൽ നിന്ന് വിട്ടുപോകാൻ എനിക്ക് ഒരു കാരണവശാലും എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഇവിടെയാണ്. എല്ലാ സുഹൃത്തുക്കളും ഇവിടെയുള്ള സുഹൃത്തുക്കളാണ് എനിക്ക് ഏറ്റവും കൂടുതലുള്ളത്. എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ഇവിടെ തന്നെയുള്ളത്. അതുകൊണ്ട് പയ്യാവൂരാണ് എൻ്റെ നാട്.
മണ്ണിനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം നാടിനെ അതുപോലെ സ്നേഹിക്കുന്നു, നാട്ടാരെ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു വലിയ മാനുഷിക മൂല്യം സജിയിൽ ഈ സമയം ഇതിലൂടെ കണ്ടെത്താൻ കഴിയുന്നു. അടുത്തതായിട്ട് ഈ കാര്യങ്ങൾക്കെല്ലാം, ഈ ഒരു ഭവന പൂർത്തീകരണത്തിനും സജിയുടെ ജീവിതയാത്രയിലെല്ലാം സജിക്ക് താങ്ങും തണലുമായിട്ടുള്ള സജിയുടെ പ്രിയപത്നി ഇവിടെയുണ്ട്. ഷിബിയോട് പ്രത്യേകമായിട്ട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ഭവനം ഷിബിയുടെ ആഗ്രഹത്തിനൊത്ത് തന്നെ ഏകദേശം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയാൻ? എല്ലാ പ്ലാനുകളും സജിയുടെയാണ്. സജിയാണ് അതിന് കഷ്ടപ്പെട്ടതും പ്ലാനിങ്ങും അതിനുവേണ്ടി എല്ലാം പ്രയത്നിച്ചത് സജിയാണ്. സജിയുടെ ഒറ്റ പ്രയത്നം കൊണ്ടാണ് ഇതുപോലെ ആയത്. പ്ലാനിങ് ആദ്യം മുതലേ എല്ലാം ശരിക്കും പ്ലാൻ ചെയ്ത് സജി തന്നെ അത് ഈ രൂപത്തിലാക്കിയത്. അവിടെയാണ് മറ്റൊരു നന്മയുടെ മുഖം നമുക്ക് ദർശിക്കാൻ കഴിയുന്നത്. ഈ ക്രെഡിറ്റുകൾ മുഴുവനും സ്വന്തം ഭർത്താവിന് നൽകുന്ന വളരെ നന്മയുള്ള ഒരു മനസ്സിൻ്റെ ഉടമയാണ് ഷിബി. അത് തന്നെ ദൈവം സജിക്ക് കൊടുത്ത ഒരു വലിയ ഒരു സമ്മാനമായിട്ടൊരു ഭാഗ്യമായിട്ടാണ് ഈ അവസരത്തിൽ കാണാനുള്ളത്. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്തും സജിയുടെ ജ്യേഷ്ഠനും ഇറ്റലിയിലെ റോമിൽ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ ജോസ് വട്ടക്കോട്ടയിൽ ഇന്നത്തെ ഈ ഹൗസ് വാമിങ്ങിലേക്ക് നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട മുളക്കാട്ട് ടീച്ചർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ടീച്ചർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തരുടെയും വിദ്യാഭ്യാസ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വഹിച്ചിട്ടുള്ള ഈ മുളക്കാട്ട് ടീച്ചറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ടീച്ചർ, ഇങ്ങനെ ഒരു വീടും ഇതൊക്കെ എല്ലാം ഓരോ മനുഷ്യൻ്റെ സ്വപ്നമാണ്. അപ്പോൾ ഈ സജിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ടീച്ചർ ഈ ഒരു സംരംഭത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇതിനെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? നമ്മുടെ പഴയ കാലങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു നമ്മുടെ നാട് തന്നെ മാറിയിരിക്കും. അതിനെക്കുറിച്ച് നമുക്ക് ടീച്ചറായിട്ട് പറഞ്ഞു. വളരെ ദൈവാനുഗ്രഹപ്രദമായ ഒരു നിമിഷമാണ്. തീർച്ചയായിട്ടും ഓരോരുത്തരുടെയും ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. സാധാരണ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിന് പുതിയ കുടുംബത്തിന് കതിരുകൾ ഉയരുന്നു എന്ന്, ആ കതിരുകൾ ഉയർന്ന സമയമാണ്. ആ മംഗള മുഹൂർത്തത്തിലേക്ക് എനിക്കും എത്തിച്ചേരുവാനും ഈ സമൂഹത്തിലെല്ലാവരെയും കാണുവാനും ഒക്കെ സാധിക്കുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം സ്റ്റീഫൻ, ഞാൻ സജിയെന്നല്ല, സ്റ്റീഫൻ തന്നെയാണ്. അതെ, സ്റ്റീഫൻ ഈ മംഗളാർത്തിലേക്ക് എന്നെ ക്ഷണിക്കുമ്പോൾ അതിലേക്ക് എത്തിക്കാൻ സാധിക്കും. എല്ലാവരുടെയും നാമത്തിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അപ്പോൾ ഈ അവസരത്തിൽ നമ്മളോട് രണ്ട് വാക്ക് സംസാരിച്ച നമ്മുടെ സ്നേഹം നിറഞ്ഞ മുലക്കാട്ട് ടീച്ചറിന് നന്ദി പറയാം. ഇപ്പോൾ ടീച്ചർ ഈ നാട്ടിൽ പഠിച്ച എത്രയോ വർഷങ്ങൾ പഠിപ്പിച്ച സ്റ്റുഡൻസ് അവരെല്ലാം നല്ല നിലയിലായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം ഓർക്കുന്നു, സജീനെ ഓർക്കുന്നു. തീർച്ചയായിട്ടും അതെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചെന്നാൽ എൻ്റെ പിള്ളേരുണ്ട് എന്നുള്ളത് എനിക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുവാനും അവരെ പല സ്ഥലങ്ങളിൽ വെച്ച് കാണുവാനും എനിക്ക് വളരെയധികം സന്തോഷമാണ്. ഈ അടുത്ത കാലത്ത് തന്നെ മത്തായി കുഞ്ഞിൻ്റെ വീട്ടിലേക്ക് പോകാനും ലേക്ക് ഒളിമ്പിയായിൽ അവിടെ ചെന്ന് അവരുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാനും ഹൂസ്റ്റണിൽ പോകാനും എനിക്ക് സാധിച്ചു. ഇപ്പോൾ എവിടേക്ക് പോകുമ്പോഴും പിള്ളേരെ എനിക്ക് ടീച്ചറെ വിളിച്ചുകൊണ്ട് വരുന്നത് എനിക്ക് വളരെയധികം എൻ്റെ ജീവിതത്തിൽ സന്തോഷകരമായ കൂടുതൽ വിജയകരമായ നിമിഷങ്ങളായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. എല്ലാ പിള്ളേർ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായാലും ലോകമെങ്ങും പോയി സകല ജാതികളിൽ സുവിശേഷം അറിയിക്കും. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് ജീവിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അവസരത്തിൽ പ്രത്യേക നന്ദി പറയുകയാണ്. അപ്പോൾ അടുത്തതായി നമ്മൾക്ക് അടുത്ത ഇതിൻ്റെ മറ്റുള്ള പരിപാടികളിലേക്ക്
വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ നിന്നതാരേ. ചെണ്ടിങ്ങിൻ പീലി വീശി നെല്ലോലക്കാറ്റിലാടി കുന്നോളം സ്വപ്നങ്ങൾ നെയ്തതാരേ നെയ്തതാരേ. മഴയിലുണരുന്നൊരീ വയൽ നിറകളിൽ പുളകമണിമാലകൾ കളിച്ചിരികളാ. ചക്കരത്തീൻ മാവ് പുത്തരി കായ്ക്കുമ്പം തത്തകൾ പാടുന്ന കിന്നാരം. ഇത്തിരി പൂ കൊണ്ടു ചുറ്റിലും പൂക്കാലം പിച്ചകക്കാടിന്റെ പൂത്താലം. നിറമേഘങ്ങൾ കുടമേന്തുന്നു കുളിരൂഞ്ഞാലിൽ വരുമോ. വെള്ളാരം കുന്നിലേറി മുന്നാഴി പൂവു തേടി വിണ്ണോളം കൈനീട്ടി നിന്നതാരേ നിന്നതാരേ. അലകൾ ഞൊറിയുന്നൊരീ കുളിരരുവിയിൽ പുതിയ പുലർവേളകൾ കസവിഴകളായി. നെറ്റിയിൽ ചാന്തുള്ള ചെമ്മണിച്ചേലുള്ള തുമ്പിതൻ തമ്പൊരു മൂളാറായി. കിന്നരിക്കാവിലെ കൊന്നകൾ പൂക്കുമ്പം കുഞ്ഞിളം കാറ്റിന്റെ തേരോട്ടം. ഇനി എന്നെന്നും മലർ കൈനീട്ടം കണി കാണാനായി വരുമോ.